ഗൈസ്, അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ഹയത്തിലാണ്. നമ്മുടെ പാട്രിയോട്ടിൻ്റെ പ്രസ് മീറ്റാണ്. അപ്പോൾ നമ്മൾ മോഹൻലാലുണ്ട്, മമ്മൂട്ടിയുണ്ട്, നമ്മുടെ കുഞ്ചാക്കോ ബോബനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്. അങ്ങനെ അവർ 4 പേരും കാണാനായിട്ട് വരുവാണെങ്കിൽ കാണാം. പടത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവർ 4 പേരെയും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രത്യക്ഷപ്പെടും. കുറച്ച് നേരത്തിന് ശേഷം ഇവിടെ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ചാക്കോച്ചനും ഫാഫയും എല്ലാം ഉണ്ടാവും. വാവ്! ജോവാക്കർ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജോവാക്കർ മീഡിയയിൽ നിങ്ങൾക്കിത് കാണാം. ഇന്ന് തന്നെ ഉണ്ടാവും. പുള്ളി ഇന്ന് തന്നെ ഇടും, സത്യമായിട്ട് ഇടും. അപ്പോൾ ഞങ്ങൾ 7:30 ഇപ്പം സമയം 7:30 ഞങ്ങളൊരു 3 മണിയപ്പോൾ വന്നാണ്. 4 മണിയപ്പോൾ വന്നാണ്. 3.5 മണിക്കൂർ പോസ്റ്റ്. ഇതുവരെ നമ്മുടെ മമ്മൂക്ക വന്നിട്ടില്ല. അങ്ങനെ മമ്മൂക്ക വന്നു. ഞാൻ പലപ്പോഴും സിനിമ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തും അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് കണക്ട് ആവുമ്പോൾ വിശ്വാസത്തിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പം ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ ഓഫ് സിനിമ. ചിലപ്പോൾ ഞാനൊരു പടം കുറച്ചുകൂടെ ഇൻഡി സ്പേസിലായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ കുറച്ചുകൂടെ കമേഴ്ഷ്യൽ സ്പേസിലായിരിക്കും ചെയ്യുന്നത്. മാറി മാറി ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതേപോലെ ഈ സിനിമ അനൗൺസ് ചെയ്ത അന്ന് തൊട്ട് മലയാളികൾ ഏറ്റവും കൂടെ എക്സൈറ്റഡ് ആണ്. ഇതിന്റെ ഓരോ ന്യൂസ് പോസ്റ്ററുകൾ വരുമ്പോഴും ഇതിന്റെ ന്യൂസുകൾ കാണുമ്പോഴും എല്ലാം എക്സൈറ്റഡ് ആണ്. എന്താണ് സംഭവിക്കുന്നത്? മമ്മൂക്ക ലാലേട്ടൻ ഫേസ് ടു ഫേസ് ഉള്ള സിനിമയായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെക്കത്തെ കഥാപാത്രമായിരിക്കാം. അത് മാത്രമല്ല എത്രയും വണ്ടി അങ്ങനെ നമ്മൾ മമ്മൂക്കനെ കണ്ടു. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. വെരി തിരക്ക്. സൂപ്പുണ്ട്. നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ് ജോവാക്കർ അവിടെ ഐസ്ക്രീം കഴിക്കുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. നമ്മൾ ഗ്രാൻഡ് ഹയത്തിൽ നിന്ന് പോകാൻ പോവാണ് ഗായ്സ്. യെസ്, നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. ദെൻ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു.